നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. അറ്റ്ലാന്റ ഫെഡ് പ്രസിഡന്റ് റാഫേൽ ബോസ്റ്റിക്കിന്റെ ചില അഭിപ്രായങ്ങളും തൊഴിൽ വിപണിയിൽ നിന്നുള്ള ഇന്നലത്തെ ഡാറ്റയും കാരണം സമ്മിശ്രമായാണ് US മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ കുറച്ച് ഒരു ഉണർവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും സൂചിപ്പിക്കുന്നത് 115 മുതൽ 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. PLI സ്കീമിന് കീഴിൽ EV ബാറ്ററി യൂണിറ്റിനുള്ള ബിഡ് അതിൽ റിലയൻസ് വിജയിച്ചിരിക്കുന്നു. കൂടാതെ ഒത്തിരിയേറെ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തകൾ ഇന്നുണ്ട്. ഏറെ നാളായി മന്ദഗതിയിലുള്ള ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് വളരെയധികം ഉണർവ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത പ്രത്യേകം നമ്മളിവിടെ നൽകുന്നുണ്ട്. കൂടാതെ സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത ഇന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. കൂടാതെ പേപ്പർ ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യമായി, ഉയർന്ന സ്റ്റീൽ ഇറക്കുമതി ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് ഭീഷണിയാകുന്നു. ഇത്തരത്തിൽ വലിയ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് ഇടപെടുകയാണെങ്കിൽ അത് വലിയ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയായിരിക്കും സ്റ്റീൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ സ്റ്റീൽ കയറ്റുമതി ചൈനയിൽ നിന്നാണ്. ഏകദേശം 8,07,000 മെട്രിക് ടൺ ആണ് കയറ്റുമതി ചെയ്തത്. ചൈനയ്ക്ക് പിന്നിലായുള്ളത് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഇപ്പോൾ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് സ്റ്റീൽ മന്ത്രി HD കുമാരസ്വാമി വില കുറഞ്ഞ ഇറക്കുമതിയിൽ നിന്ന് ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കാൻ സ്റ്റീൽ ഇറക്കുമതി തീരുവ 7.5% മുതൽ 10 മുതൽ 12% വരെ വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ പ്രമുഖ സ്റ്റീൽ കമ്പനികളുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണ്. ഉയർന്ന ഇറക്കുമതിയും ദുർബലമായ കയറ്റുമതിയും കാരണം ഇന്ത്യൻ സ്റ്റീൽ വില 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു നികുതി വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് വലിയ ഒരു മുന്നേറ്റം തന്നെയായിരിക്കും. മറ്റൊരു വാർത്തയുള്ളത്, ആഭ്യന്തര ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നതിനായി ഇന്ത്യ സോളാർ സെല്ലുകൾക്കായുള്ള പുതിയ നയം ആസൂത്രണം ചെയ്യുന്നു. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി സോളാർ സെല്ലുകൾക്കായുള്ള അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയും സമാനമായ ഒരു നയം അവതരിപ്പിക്കാൻ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പദ്ധതിയിടുന്നു. സോളാർ പ്രൊജക്ട് ഡെവലപ്പർമാർക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന മോഡലുകളും നിർമ്മാതാക്കളും ALMM-ൽ ലിസ്റ്റ് ചെയ്യുന്നു. ഏതായാലും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇത് ഇന്ത്യയുടെ മോഡ്യൂൾ ശേഷി 2026ഓടെ 150 ജിഗാവാട്ട് കവിയുമെന്നും സോളാർ സെല്ലുകൾ 75 ജിഗാവാട്ടിൽ എത്തുമെന്നും ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ALMM-നും PLI സ്കീമിനും കീഴിൽ വരുന്ന കമ്പനികൾക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടാറ്റ പവർ, സോളാർ സിസ്റ്റംസ് ലിമിറ്റഡ്, അതുപോലെ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, ബൊറോസിൽ റിന്യൂവബിൾസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, വാറി റിന്യൂവബിൾ ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഈ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ മറ്റൊരു ഡാറ്റ പുറത്തു വന്നത് ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. ഇന്ത്യയുടെ സേവന മേഖലയിലെ പ്രവർത്തനം ഓഗസ്റ്റിൽ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്നാണ് ഡാറ്റ കാണിക്കുന്നത്. നിലവിലെ വിപുലീകരണ നിരക്ക് ദീർഘകാല ശരാശരിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സേവന മേഖല ശക്തമായി നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. അടുത്തതായി, റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. PLI സ്കീമിന് കീഴിൽ EV ബാറ്ററി യൂണിറ്റിനുള്ള ബിഡ് അതിൽ റിലയൻസ് വിജയിച്ചിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് 10 ജിഗാവാട്ട് ഹവർ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ACC സ്റ്റോറേജ് യൂണിറ്റ് PLI സ്കീമിന് കീഴിൽ 3620 കോടി രൂപയുടെ ഇൻസെന്റീവോടെ സ്വന്തമാക്കി. 1,20,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സെക്ടർ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പറയാം. ഏറ്റവും വേഗത്തിൽ വളരുന്ന പേപ്പർ മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ പേപ്പർ ഇൻഡസ്ട്രി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ തന്നെയാണ്. അടുത്തതായി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സോന BLW പ്രിസഷൻ ഫോർജിങ്സ് ലിമിറ്റഡ് ആണ്. കമ്പനിക്ക് അതിൻ്റെ ഹബ് വീൽ മോട്ടോഴ്സിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ ഗവൺമെന്റ് ഇൻസെന്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണത്. അടുത്തത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത ശ്യാം സെഞ്ചുറി ഫെറോസ് എന്ന കമ്പനിയെ കുറിച്ചുള്ളതാണ്. കമ്പനിക്ക് ബൈർനീഹത്ത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് അടച്ചുപൂട്ടൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ബൊറോസിൽ റിന്യൂവബിൾസ് ആണ്.
പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിൽ ഏർപ്പെടുന്ന കമ്പനിയായ ക്ലീൻ മാക്സ് പൃഥ്വി 49% ഓഹരികൾ ഏറ്റെടുക്കുന്നതായി ബൊറോസിൽ റിന്യൂവബിൾസ് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് 1-2 കമ്പനികളുടെ ബോർഡ് മീറ്റിങ്ങുകൾ നാളെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 5-ന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു. 1:1 എന്ന അനുപാതത്തിലാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്തായാലും ഫോക്കസിൽ ഇന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു കമ്പനി Matrimony.com ആണ്. സെപ്റ്റംബർ 5-ന് ഡയറക്ടർ ബോർഡ് യോഗം ചേരും. കമ്പനി ബൈബാക്ക് ആണ് പ്രഖ്യാപിച്ചിരുന്നത്. അടുത്ത കമ്പനി റിഡ്കോ ലോജിസ്റ്റിക്സ് ആണ്. ഓഗസ്റ്റ് 29 മുതൽ ഗൗതം മുഖർജി കമ്പനിയുടെ CFO സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. സെപ്റ്റംബർ 4 മുതൽ 5 വർഷത്തേക്ക് ഹോൾ ടൈം ഡയറക്ടറായി മൻമോഹൻ പാൽ സിംഗിനെയാണ് അവർ നിയമിച്ചത്. അടുത്തതായി വേദാന്തയാണ്. ICRA കമ്പനിയുടെ ദീർഘകാല ഉപകരണങ്ങളുടെ റേറ്റിംഗ് AA നെഗറ്റീവിൽ നിന്ന് AA ആക്കി ഉയർത്തിയിരിക്കുന്നു. ഹ്രസ്വകാല ഉപകരണങ്ങളുടെ റേറ്റിംഗ് A1+ ആയി നിലനിർത്തുകയും ചെയ്തു. കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി F&S സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചീനി മിൽസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഇനി പതിവ് പോലെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുക രാവിലെ 11:30 മുതൽ 3:30 വരെയാണ്. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ പറയാറുള്ളത്. നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ട്രേഡിംഗ് നിങ്ങൾ വളരെ സീരിയസ് ആയി കാണുന്നു, നിങ്ങൾക്ക് കൂടുതലായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. ഒടുവിൽ 14 ദിവസം നീണ്ടുനിന്ന റെക്കോർഡ് റാലി അവസാനിച്ചിരിക്കുന്നു. ശക്തമായി ഇടിഞ്ഞെങ്കിലും ഇൻട്രാഡേ ലോയിൽ നിന്നും ഒരു റിക്കവറി നിഫ്റ്റിക്ക് ലഭിച്ചു. മിഡ് ക്യാപ്പ് ഇന്നലെ 74 പോയിന്റ്സ് മാത്രമാണ് ഇടിഞ്ഞത്. നിഫ്റ്റി ബാങ്ക് 289 പോയിന്റ്സ് ഇടിഞ്ഞു. ഈ ഇടിവിലും നേട്ടമുണ്ടാക്കിയത് പെയിന്റ് കമ്പനികളായിരുന്നു. IT സെക്ടർ ഗ്ലോബൽ സ്യൂസ് ട്രാക്ക് ചെയ്ത് ഇടിയുകയുണ്ടായി. വിപ്രോ 3% അതിനാൽ ഇടിഞ്ഞത്. നടക്കാനിരിക്കുന്ന GST കൗൺസിൽ മീറ്റിൽ ക്യാൻസർ ഡ്രഗ്സിന് റിലീഫ് ലഭിക്കും എന്ന് അറിഞ്ഞതോടെ സിപ്ല, അബോട്ട്, സൈഡസ് എന്നിവ ഡേ ലോയിൽ നിന്നും നല്ല റിക്കവറി നടത്തി. ഇന്നലെ നമ്മൾ ഹൈലൈറ്റ് ആയി പറഞ്ഞ 2 പ്രധാനപ്പെട്ട വാർത്തകളും ഇന്നലെ നല്ല ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 1.45 കോടി രൂപയുടെ അപ്രൂവലിന്റെ വാർത്ത നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു. ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം ഈ വാർത്ത കൊണ്ട് ഉയരുകയുണ്ടായി. ഇതുകൂടാതെ GICREയുടെ OFS സംബന്ധിച്ച വാർത്തയും നമ്മൾ നൽകിയിരുന്നു. ഇന്നലെ GICRE 6% ഇടിഞ്ഞത്. പരമാവധി ആ ദിവസത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട്. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എങ്കിൽ നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. 25,198-ൽ 81 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഹവർലി ചാർട്ടിലെ അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നു. ഇന്നലത്തെ ലോ ലെവലായ 25,080 പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഹവർലി ചാർട്ടിൽ 20 ഹവർ EMAക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തതെങ്കിലും പിന്നീട് 20 ഹവർ EMA ടച്ച് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നതും. ഇന്നലെ നമുക്ക് നിഫ്റ്റിയിലെ ഒരു പോസിറ്റിവിറ്റി ആയി കാണാൻ കഴിയുന്നത് ഇന്നലെ ഡേ ലോയിൽ നിന്നും ഏകദേശം 100 പോയിന്റ്സോളം റിക്കവറി നടത്താൻ സാധിച്ചു. കൂടാതെ 10 ഡേ EMA ഡിഫെൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലത്തെ ലോ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. അതുകൊണ്ട് തന്നെ 25,100 ലെവൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 25,300 മുതൽ 25,350 വരെയുള്ള ആ ലെവൽ അത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇന്നലത്തെ ലോയിൽ നിന്നും മുകളിലായിട്ടാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതൊരു പോസിറ്റിവിറ്റി ആയി തന്നെ കാണാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 25,300-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതായത് 25,300 ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് എന്ന് ഈ സ്ട്രൈക്ക് നമുക്ക് കാണിച്ചു വരുന്നു. അടുത്തത് 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 25,500 സ്ട്രൈക്കും. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000-ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 25,100 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ 25,300-ആണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 25,100. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 25,150-ൽ 56% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്. 221% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 25,200 സ്ട്രൈക്കിൽ 7% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിലുള്ളത്. എന്നാൽ 162% ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. അടുത്തത് 25,250 സ്ട്രൈക്കിൽ 34% ഇടിവ് കാണാം. പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. ഇനി കോൾ സൈഡിൽ 89% വർധനവ് തന്നെയാണുള്ളത്. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്.
അപ്പോൾ ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,400-ൽ 288 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ചൊവ്വാഴ്ച നിഫ്റ്റി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ ക്ലോസ് ചെയ്ത് 250 പോയിന്റ്സ് ഉയർന്നിരുന്നു. ഇന്നലെ എന്നാൽ ആ നേട്ടമെല്ലാം ഇല്ലാതെയാക്കി 289 പോയിന്റ്സ് ഇടുകയും ചെയ്തു. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്കും 10-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്നിരുന്നാലും ഇന്നലത്തെ ക്യാൻഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ തന്നെയാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. ഏതായാലും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 51,250 ആണ്. അപ്സൈഡിലേക്ക് വന്നാൽ 52,000 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,500 ആണ്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,500, അതിനുശേഷം 51,000, അതിനുശേഷം 50,500. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 ആണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കും അത് തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-മാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.38-ൽ 3.86% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. തുടർച്ചയായ 5-ാമത്തെ ദിവസവും FIIs ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 975 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 97 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIIസിൻ്റെ ബൈയിങ് വളരെ പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. തൊഴിൽ വിപണിയിൽ നിന്നുള്ള ഡാറ്റയും പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാഹചര്യം ശക്തപ്പെടുത്തുന്ന US ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായങ്ങളും സമ്മിശ്രമായാണ് US വിപണി പ്രതികരിച്ചത്. ഇന്നലെ പുറത്തു വന്ന ലേബർ ഡാറ്റ കാണിക്കുന്നത് US-ലെ തൊഴിലവസരങ്ങൾ ജൂലൈയിൽ 3.5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നാണ്. ഇത് സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ലേബർ മാർക്കറ്റ് അയയുന്നു. അതുകൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ, അതിൻ്റെ പ്രതീക്ഷകൾ കൂടി വരുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നത്. അറ്റ്ലാന്റ ഫെഡ് പ്രസിഡന്റ് റാഫേൽ ബോസ്റ്റിക് ബുധനാഴ്ച പറയുകയുണ്ടായി, സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഒരുപാട് കാലം നിലനിർത്തരുത്. അത് തൊഴിൽ വിപണി വളരെയധികം ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിരക്കുകൾ കുറയ്ക്കുന്നതിന് മുൻപ് പണപ്പെരുപ്പം ഫെഡറേഷന്റെ 2% ലക്ഷ്യത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കാത്തിരിക്കരുത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സെക്ടറുകളിൽ 11-ൽ 6 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.38% നേട്ടത്തിലും HDFC ബാങ്ക് 1.28% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.33% നേട്ടത്തിലും വിപ്രോ 1.10% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.78% നേട്ടത്തിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 1%-നോടടുത്ത് നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.09% ഇടിവിലും S&P 500 0.13% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ചൊവ്വാഴ്ച US മാർക്കറ്റിലെ സെൽ ഓഫ് ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ കാണാമായിരുന്നു. UK മാർക്കറ്റ് FTSE 0.35% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.83% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.98% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1% ഇടിഞ്ഞു. അവിടെ വലിയ ഇടി ഉണ്ടാക്കിയത് 3.2% ഇടിഞ്ഞ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. ഹൗസ് ഹോൾഡ് ഗുഡ്സ് 2% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% ഇടിവിലും CAC 0.02% ഇടിവിലും FTSE 0.17% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാനിലെ വിപണികൾ ഒഴികെ ഏഷ്യ പസഫിക് വിപണികൾ ഒരു ദിവസം മുൻപുള്ള വിൽപ്പനയിൽ നിന്ന് ഇന്ന് തിരിച്ചു വന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,360 എന്ന നിലയിലാണ്. 93 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു 115 മുതൽ 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്, ശക്തമായിട്ടുള്ള ഒരു ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.49% ഇടിവിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ തായ്വാൻ കോസ്പി മാർക്കറ്റുകൾ 1%-ന് മുകളിൽ നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.35% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് US ക്രൂഡ് ഓയിൽ ബുധനാഴ്ച 1%-ലധികം ഇടിയുകയുണ്ടായി. ബാരലിന് $70 താഴെയും എത്തി. അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഉൽപ്പാദന വർധനവ് OPEC+ വൈകിപ്പിക്കും എന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.82 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.12% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു.
WTI ഉള്ളത് $69.33 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നതും. ഇനി ഈ വാർത്തകളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നാണ്. മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.